മുനമ്പം വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചു. ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ് കമ്മീഷൻ. കൈവശാവകാശമുള്ള ഒരാളെയും ഒഴിപ്പിക്കില്ല. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതുവരെ നോട്ടീസ് നൽകരുതെന്ന് വഖഫിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി P. രാജീവ് ഇന്ന് അറിയിച്ചു. അവിടെ താമസിക്കുന്ന അർഹരായിട്ടുള്ള കൈവശാവകാശമുള്ള ഒരാളെയും ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ഇത്തരത്തിലുള്ള നോട്ടീസുകൾ ഒഴിപ്പിക്കൽ ഒരു തീരുമാനമാകുന്നതുവരെ മറ്റ് നടപടികളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവർ അത് അംഗീകരിച്ചിട്ടുണ്ട്. മറ്റ് നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നതല്ല. സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സലീം, എന്തൊക്കെയാണ് നമുക്കിതിനെക്കുറിച്ച് പറയാൻ കഴിയുന്ന വിവരങ്ങൾ? ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? SKN മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു പ്രശ്നപരിഹാരം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. തരത്തിൽ അതിലൊരു പ്രശ്നത്തിനൊരു താൽക്കാലിക പരിഹാരം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും സർക്കാർ തന്നെ ഇനി നേരിടാൻ പോകുന്ന വെല്ലുവിളി ഈ വിഷയം ഇത് എങ്ങനെ ഈ സമരക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ്. കാരണം നിലവിൽ ഈ സമരക്കാർ കരുതിയിരുന്നത് ഒരു ശാശ്വത പരിഹാരമാണ്. പക്ഷേ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുക എന്നുള്ളതാണ്. മുനമ്പത്തെ യഥാർത്ഥ പ്രശ്നം എന്താണ്, അതിലെ ഈ അവകാശം സംബന്ധിച്ചുള്ള തർക്കത്തിൽ അതിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്നത് മാത്രമല്ല, ഈ ഭൂമി ഈ വഖഫിൻ്റേത് അതല്ലെങ്കിൽ ഫറൂഖ് കോളേജിന്റെ അധീനതയിൽ വന്ന ഭൂമി അതെങ്ങനെ ഒരേ സമയം അവിടെ താമസിക്കുന്നവരുടെ പേരിൽ കൂടി ആയി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി പഠിക്കുക എന്നുള്ളതാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് സർക്കാർ ഇപ്പോൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിന് കുറച്ച് സാവകാശം വേണം. ഒരു വലിയ പഠനത്തിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ സമരക്കാർ അത് അംഗീകരിച്ചിട്ടില്ല. സമരക്കാർ പറയുന്നത് വളരെ വേഗത്തിൽ ഒരു പരിഹാരം വേണം എന്നുള്ളതാണ്. അതിന് സർക്കാർ തന്നെ പറയുന്ന മറുപടി, അങ്ങനെ വേഗത്തിലൊരു തീരുമാനമെടുത്താൽ, അത് വൈകാരികമായി തന്നെ ഒരു തീരുമാനമെടുത്താൽ ഇന്നൊരു പക്ഷേ സമരക്കാർക്ക് ആശ്വാസമാകും. പക്ഷേ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിലേക്ക് പോയാൽ സമരക്കാർക്ക് പിന്നീട് ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്നുള്ളതാണ് സർക്കാരുമായി ബന്ധപ്പെട്ട് പറയുന്നത്. മാത്രമല്ല, വളരെ വേഗത്തിൽ തന്നെ ആ വിഷയത്തിൽ ഈ ജുഡീഷ്യൽ കമ്മീഷൻ ഒരു പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നും അറിയിച്ചിട്ടുണ്ട്. 3 മാസമാണ് പരമാവധി സമയം. അതിനുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ പൂർണ്ണമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പറയുന്നു. മാത്രമല്ല, ആ 3 മാസത്തിനിടയിൽ ഒരു തരത്തിലുള്ള ഒഴിപ്പിക്കലോ മറ്റൊരു നടപടിയോ ഉണ്ടാകില്ല. നിലവിൽ നോട്ടീസ് നൽകിയവരെ ഒഴിപ്പിക്കില്ല, മറ്റാർക്കും പുതുതായി നോട്ടീസ് നൽകില്ല എന്ന് പറയുന്നു. മാത്രമല്ല, കൃത്യമായി കൈവശാവകാശമുള്ള ആരെയും, അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആരെയും ഒഴിപ്പിക്കില്ല എന്നുകൂടി സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു. സർക്കാർ